മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനു വേണ്ടിയുള്ള നീണ്ട പ്രാർത്ഥനയിലായിരുന്നു കേരളം. ദിവസങ്ങൾ പിന്നിട്ടതോടെ ജീവനോടെ അർജുനെ കണ്ടെത്താമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരുന്നു. ഒടുവിൽ ലോറി കാണാതായി 72-ാം ദിനം അർജുന്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തി. ലോറി തന്റേതെന്ന് ലോറിയുടമ മനാഫ് തിരിച്ചറിഞ്ഞു. ജൂലൈ 16-ന് ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുനെയും ലോറിയെയും കാണാതായത്. തുടർന്ന് അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകി. എന്നാൽ തുടക്കത്തിൽ അലസ മനോഭാവമാണ് ഭരണകൂടം കാണിച്ചത്. ദിവസങ്ങൾ കഴിയവേ സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ പ്രത്യേക ഇടപെടലുണ്ടായതിനു പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറാവുകയുമായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്തായിരുന്നു ആദ്യ പരിശോധന. തുടർന്ന് സോണാർ പരിശോധനയിൽ ഗംഗാവാലി പുഴയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും കാരണം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രിയോട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ആരംഭിക്കുകയും എന്നാൽ കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ച് 72-ാം ദിവസം അർജുന്റെ മൃതദേഹം ലോറിക്കുള്ളിൽ കണ്ടെത്തുകയുമായിരുന്നു.